കാണുന്നുണ്ട്. ഓക്കെ. സോ നമുക്കിപ്പോൾ 26 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ മെയിനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. അപ്പം ക്വസ്റ്റ്യൻസിന്റെ രീതിയിൽ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകാട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ തീം ഓഫ് ഏഷ്യ എക്കണോമിക് ഡയലോഗ് 2026 ഹെൽഡ് ഇൻ പൂനെ ആണ്. സോ എന്താണ് അതിന്റെ തീം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജിയോ എക്കണോമിക്സ് ബിയോണ്ട് ഗ്ലോബലൈസേഷൻ, ടാരിഫ്സ്, ടെക്നോളജി ആൻഡ് സ്ട്രാറ്റജിക് അലൈൻമെന്റ്സ് ആണ്. സോ മെയിനായിട്ട് ഇത് നടക്കുന്നത്, ഇത് 7th എഡിഷൻ ആണ്. ഇത് നടക്കുന്നത് പൂനെയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഫെബ്രുവരി 26 to 28 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അതുപോലെ തന്നെ പൂനെ ഇന്റർനാഷണൽ സെന്ററും തമ്മിലാണ്. പിന്നെ ഇതിന്റെ തീം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ജിയോ എക്കണോമിക്സ് ബിയോണ്ട് ഗ്ലോബലൈസേഷൻ, ടാരിഫ്സ്, ടെക്നോളജി ആൻഡ് സ്ട്രാറ്റജിക് അലൈൻമെന്റ് ആണ്. ഈ 3 day പ്രോഗ്രാമില് മെയിൻ ആയിട്ട് 12 സെഷൻസും അതുപോലെ തന്നെ 45 സ്പീക്കേഴ്സുമാണ് ഉള്ളത്. പിന്നെ ഈ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 9 കൺട്രീസ് ആണ്. ആ 9 കൺട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യ, ഭൂട്ടാൻ, ശ്രീലങ്ക, തായ്വാൻ, സിംഗപ്പൂർ, കെന്യ, ഓസ്ട്രേലിയ, ഇസ്രായേൽ, പിന്നെ നോർവേ. ഇത് ഇത്രയാണ് 9 കൺട്രീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോഡ്, ലൈക്ക് ഇത് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നും. ലൈക്ക് ഇതിനൊരു കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ IB എന്ന് പറഞ്ഞ എക്സാം ഉണ്ടല്ലോ. അപ്പോൾ IB ആസ്ക് ചെയ്തത് ഇൻ പ്രപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കോഡ് വെച്ചാൽ ഇപ്പൊ IB എന്ന് പറയുമ്പോൾ നമുക്ക് I ഇന്ത്യ, B ഭൂട്ടാൻ, ആ ഒരു രീതി നമുക്ക് എടുക്കാം. പിന്നെ ആസ്ക് എന്ന് പറയുമ്പോൾ A ഓസ്ട്രേലിയ, S സിംഗപ്പൂർ, K കെന്യ എന്ന് എടുക്കാം. പിന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രപ്പോസിഷൻ, ലൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ന് പറയുമ്പോൾ ഇവിടെ ഇസ്രായേലും അതുപോലെ തന്നെ നോർവേയും എടുക്കാം. അതുപോലെ തന്നെ സ്റ്റാർട്ട് പറയുമ്പോൾ ST മെയിൻ ആയിട്ട് കോഡ് എടുക്കുക. അപ്പൊ നമുക്ക് സിംഗപ്പൂറും തായ്വാനും നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇത് മെയിൻ ആയിട്ട് നമുക്ക് നടത്തുന്നത്, ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ ജിയോ എക്കണോമിക് എൻവയോൺമെന്റിന്റെ അഡ്രസ്സ് ചെയ്യാനും അതിന്റെ ചേഞ്ചസ് അഡ്രസ് ചെയ്യാനും അതുപോലെ തന്നെ കുറെ ന്യൂ ഐഡിയാസ്, പോളിസീസും അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ഏഷ്യൻ എക്കണോമിക് ഡയലോഗ് 2026 നടത്തിയത്. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. At the 43rd Foundation Day of National Handloom Development Corporation, Union Minister Giriraj Singh announced a handloom export target of how many US dollars by 2031 ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിയൻ മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് ആണ് അനൗൺസ് ചെയ്തതെന്ന് മനസ്സിലാവും. അപ്പോൾ $10 ബില്യൺ ആണ് 2031 ആവുമ്പോഴേക്കും നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇത് 43rd ഫൗണ്ടേഷൻ ഡേ ആണ്. മാത്രമല്ല ഇത് ഹെൽഡ് ചെയ്തത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തതെന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ വേറെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിന്റെ റോള് നമ്മളെ ഹാൻഡ്ലൂം സെക്ടറിലും അതുപോലെ തന്നെ നമ്മളെ ട്രഡീഷണൽ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെ സസ്റ്റൈനബിലിറ്റിക്കും ഇതിന്റെ പ്രൊഡക്ഷനെ കുറിച്ചും ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എംഫസൈസ് ചെയ്തിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അത് മാത്രമല്ല സ്വദേശി ടെക്സ്റ്റൈൽസിനെ സപ്പോർട്ട് ചെയ്യാൻ അതും അദ്ദേഹം സംസാരിച്ചൊരു വിഷയമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത് ഈ ഒരു പരിപാടി മാർച്ച് 2 വരെയാണ് നടക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു ഫ്യൂച്ചർ റോഡ് മാപ്പ് നമ്മളെ NHDC ഉദ്ദേശിക്കുന്നത് ഈ സെയിം തന്നെയാണ് കേട്ടോ. ഈ നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഇത് തന്നെയാണ് NHDC എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ NHDCക്കുള്ള ഒരു ഫ്യൂച്ചർ ഔട്ട്ലൈൻ, ഒരു റോഡ് മാപ്പ് ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു സംരംഭം കൊണ്ട് എത്രത്തോളം നമ്മളെ വീവിംഗ് കമ്മ്യൂണിറ്റീനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഫെബ്രുവരി 22 1983 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ 27th സെപ്റ്റംബർ 2010 NHDC ലിമിറ്റഡ് ഷെഡ്യൂൾ സിന്ന് ഷെഡ്യൂൾ ബിയിലോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഷെഡ്യൂൾ സി ഷെഡ്യൂൾ ബി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു എന്റർപ്രൈസസ് നമ്മൾ എങ്ങനെയാണ്, ലൈക്ക് നമ്മളൊരു ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ സൈസ്, അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി,
അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഷെഡ്യൂൾ ആക്കുന്നത്. സോ ഷെഡ്യൂൾ C2 ഷെഡ്യൂൾ B ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാണ് നമ്മളിപ്പോ ലേറ്റസ്റ്റ് കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, who has taken oath as the new Prime Minister of the Netherlands after October 29 general election? സോ ഇതിന്റെ ആൻസർ പറയുന്നത് എന്താണ്? റോബ് ജെട്ടൺ ആണ്. ഓക്കെ, റോബ് ജെട്ടൺ ആണ് എന്തായിട്ട് അസ്യൂം ചെയ്തത്? പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട്, നെതർലാൻഡ്സിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അസ്യൂം ചെയ്തത് റോബ് ജെട്ടൺ ആണ്. പിന്നെ ഇതിൽ പറയുന്നത് ഈ ജനറൽ ഇലക്ഷൻ നടന്നത് ആക്ച്വലി October 29-നാണ്. പിന്നെ ഈ പ്രീവിയസ് ക്യാബിനറ്റിന്റെ റിമൂവലിന് ശേഷം 18 മിനിസ്റ്റേഴ്സും 10 സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്സും ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സോണിംഗ് മീൻസ് സത്യപ്രതിജ്ഞയാണ് കേട്ടോ. ഓക്കെ, സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ ദ ന്യൂ ഡച്ച് മൈനോറിറ്റി ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തു. അത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹ്യൂയിസ് ടെൻ ബോസ്റ്റ് പാലസ്, ഹാഗിലുള്ള ഹ്യൂയിസ് ടെൻ ബോസ്റ്റ് പാലസിൽ വെച്ചിട്ടാണ് ദ ന്യൂ ഡച്ച് മൈനോറിറ്റി ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ ഇവരുടെ പുതിയ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റ് 66ഉം പീപ്പിൾസ് പാർട്ടി ഫോർ ഫ്രീഡം ആൻഡ് ഡെമോക്രസിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് അപ്പീലും, ഇത് മൂന്നിന്റെയും കൊയലേഷൻ ആണ്. കൊയലേഷൻ മീൻസ് അവരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഇത് ഫോം ചെയ്തത് January 30-നാണെന്നും കൂടെ ആലോചിച്ച് വെക്കാം. പിന്നെ ഇവര് 150 മെമ്പർ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സില് 66 സീറ്റും ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു മൂന്ന് പാർട്ടിന്റെ ഒരു കൂട്ടായ്മയാണ്. ലൈക്ക് ഇവരൊരു കൊയലേഷൻ ആണ്. 66 സീറ്റ്സും ഇതിൽ എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ നെതർലാൻഡ്സിനെ കുറെ ആശംസിക്കും. പുതിയ പ്രൈം മിനിസ്റ്റർ വന്നതിന്റെ പേരിൽ ആശംസിക്കുക, നമ്മളുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇനിയും നല്ല സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുകയും ചെയ്തു. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ നെതർലാൻഡ്സും തമ്മിൽ 75 ഇയേഴ്സ് ഓഫ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ ട്രേഡ്, ടെക്നോളജി, അഗ്രികൾച്ചർ, ഡിഫൻസ്, ഹെൽത്ത് കോർപ്പറേഷൻ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ. അത് മാത്രമല്ല, നെതർലാൻഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ യൂറോപ്യൻ ലീഡിംഗ് ഇൻവെസ്റ്റേഴ്സിൽ വൺ ഓഫ് ദ മെയിൻ പ്രോമിനന്റ് ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ്. സോ പിന്നെ ഇപ്പോ ലേറ്റസ്റ്റ് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വാട്ടറിന്റെ കേസ്, ലൈക്ക് ഫ്ലഡ് മാനേജ്മെന്റിനും അതുപോലെ തന്നെ ക്ലീൻ വാട്ടർ ടെക്നോളജീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഓൺ വാട്ടറും വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ദ വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസ് 2026 വാസ് ഇനാഗുറേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ഗോവയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസ് 2026 ഇനാഗുറേറ്റ് ചെയ്തത് 22 ഫെബ്രുവരിയാണ്. നമ്മൾ ഒന്നും കൂടെ ഇതിന്റെ മുന്നേ 22 ഫെബ്രുവരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. നമ്മൾ ഹാൻഡ്ലൂമിന്റെ കേസ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22 ഫെബ്രുവരിയിലാണ്. ഇതിന്റെ മുകളിലുണ്ട് 22 ഫെബ്രുവരിയിലാണ് ആക്ച്വലി. അതെവിടെ, സോറി കാണുന്നില്ല. എനിവേ 22 ഫെബ്രുവരിയിലാണ് നമ്മൾ അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ഇംപ്ലിമെന്റ് ആയി വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, അപ്പൊ ഇവിടെ 22 ഫെബ്രുവരിയിലാണ് ഈ വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസ് 2026 ഇനാഗ്രേറ്റ് ചെയ്തത്. ഡോണ പൗള, ഓക്കെ, ഗോവയിലെ ഡോണ പൗളയിൽ വെച്ചിട്ടാണ്. ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത് ആണ് അത് ഇനാഗ്രേറ്റ് ചെയ്തതും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ തീം എന്ന് പറയുന്നത് ഓഷ്യൻ ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ആണ്. ഇത് എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് ഏതൊക്കെയാണ്? ഓഷ്യൻ ഹെൽത്തിനെ, ക്ലൈമറ്റ് റീസൈലൻസിനെ, മറൈൻ എക്കോസിസ്റ്റത്തിനെ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ബ്ലൂ എക്കണോമിനെ. ഇത് ഇത്രയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു കാര്യം ഇത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ 25% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ലിവ് ചെയ്യുന്നത് കോസ്റ്റൽ റീജിയനിലാണെന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ കുറെ ഇവന്റ്സ്, നമ്മുടെ ഫിഷറീസും ടൂറിസവും മാരിടൈം എക്കണോമിയും കോസ്റ്റൽ റിസൈലൻസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ കുറെ ഇവന്റ്സിനെ കുറിച്ച് കുറച്ച് ഇവന്റ്സ് എംഫസൈസ് ചെയ്യുന്ന കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെച്ചാല് ചീഫ് മിനിസ്റ്റർ കുറെ റിസർച്ച് ലൈക്ക് CSIR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രഫിയും അതുപോലെ തന്നെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്, ഇതൊക്കെ ചീഫ് മിനിസ്റ്റർ കുറെ ലൈക്ക് റിസർച്ച് ചെയ്യാൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടും കൂടെയാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് ഇന്ത്യയും ഈ മാരിടൈം ഹെറിറ്റേജ് ആയിട്ട് കൂടിയിട്ട് ലൈക്ക് ഒരു പ്രാക്ടിക്കൽ മോഡേൺ ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല പ്രാക്ടിക്കൽ ഓഷ്യൻ സൊല്യൂഷൻസും ഇന്ത്യയും കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ ആണ് പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്.
പിന്നെ കോൺഗ്രസ് എയിം ടു പ്രൊമോട്ട് എ സസ്റ്റൈനബിൾ ബ്ലൂ എക്കോണമി ആൻഡ് സ്ട്രെങ്തൻ ഓഷ്യൻ ഗവേണൻസ്. ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പോൾ സസ്റ്റൈനബിൾ ബ്ലൂ എക്കോണമി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഓഷ്യൻ ഗവേണൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും കോൺഗ്രസ് എയിം ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഓം ബിർള ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് വിത്ത് ഓവർ ഹൗ മെനി കൺട്രീസ് ടു എൻഹാൻസ് ഇന്ത്യസ് ലെജിസ്ലേച്ചർ ലെഡ് ഗ്ലോബൽ എൻഗേജ്മെന്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ആൻസർ 60 ആണ്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഓം ബിർള പാർലമെന്റ് ഫ്രണ്ട്ഷിപ്പ് 60 കൺട്രീസോളം ആയിട്ട് പുതുക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന വെച്ചാൽ നല്ലൊരു ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ലോ മേക്കിംഗ് മെത്തേഡ്സ് ആയിക്കോട്ടെ, ട്രേഡ് ടെക്നോളജീസ് ആയിക്കോട്ടെ, സോഷ്യൽ പോളിസി ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാത്തിനും നമുക്കൊരു നല്ല രീതിയിലൊരു തീരുമാനം എടുക്കാനും ഇതൊക്കെ നമുക്ക് ഈ ഒരു പോളിസി ഉണ്ട്. നമ്മളിങ്ങനെ ഇത്രയും കൺട്രീസ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ വേറൊരു പോയിന്റ് ആണ്, വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിൽ ഇൻവോൾവഡ് ആണ്. അപ്പോൾ ഇതൊരു മൾട്ടി പാർട്ടി അപ്രോച്ച് ആണ് കൂടെ പറയുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ. പിന്നെ പറയുന്നത് ഫസ്റ്റ് സെഷൻസ് ഫസ്റ്റ് ഫേസിൽ തന്നെ കുറെ കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നും അതുപോലെ തന്നെ ഈ ഓം ബിർളയുടെ സമയത്താണ് ഇങ്ങനെ പാർലമെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസിന് കൂടുതൽ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്തതെന്നാണ് ഇതിൽ പറയുന്നത്. സോ അതുപോലെ തന്നെ പാർലമെന്റ് ഡിപ്ലോമസി എന്ന് പറയുന്നത് ബീങ് നമ്മളൊരു കീ പില്ലർ ആയിട്ട് ഇന്ത്യസ് ഗ്ലോബൽ ഔട്ട്റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ പില്ലർ ആയിട്ട് മാറുകയാണെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് യൂണിയൻ മിനിസ്റ്റർ ഇനാഗുറേറ്റഡ് ആൻഡ് ലേഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് വർത്ത് ഓവർ 1,500 crore അറ്റ് BOC ഫോർ ട്യൂട്ടിക്കുറി. ഇതാണ് ചോദ്യം. അപ്പൊ എന്താണ് ആൻസർ? ഏത് യൂണിയൻ മിനിസ്റ്റർ ആണ് ഇനാഗുറേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ സർബാനന്ദ് സോനോവാൾ ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പൊ ഇത് എന്താണ് ആക്ച്വലി? ഇതൊരു പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. ഇതിന് ഓൾമോസ്റ്റ് വരുന്നത് 1,500 crores ആണ് ടോട്ടൽ ചെലവ് ഇത് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ഇനാഗുറേറ്റ് ചെയ്തതാണ് സർബാനന്ദ് സോനോവാൾ എന്ന് പറയുന്നത്. ഈ പോർട്ട് BOC പോർട്ട് ടൂട്ടിക്കുറിനിലാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രോജക്റ്റ് എയിം ചെയ്യുന്നത് എന്തിനൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് എക്സ്പാൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും, പിന്നെ ഇന്റഗ്രേറ്റ് റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ മോഡേണൈസ് ഡിജിറ്റൽ സിസ്റ്റം അറ്റ് ദ പോർട്ട്. ഇത് മൂന്നിനും വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഈ പ്രോജക്റ്റ് എയിം ചെയ്യുന്നത്. പിന്നെ പറയുന്നത് BOC മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, അതും ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തത്? ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള BO ചിദംബരനാറിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മ്യൂസിയം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ലാൻഡ്മാർക്കാണ്. ഒരു സദേൺ തമിഴ്നാടിന്റെ ഒരു കൾച്ചറൽ ആയിക്കോട്ടെ, അവരുടെ പാരമ്പര്യത്തിന്റെ ഒക്കെ ഒരു ലാൻഡ്മാർക്ക് ആയിട്ടാണ് ഇപ്പോ ഈ ഒരു മ്യൂസിയം മാറിയിട്ടുള്ളതും കൂടെ പറയുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. ആ മൾട്ടിപ്പിൾ പ്രോജക്ട്സിൽ വരുന്നതാണ് റെയിൽ ആൻഡ് റോഡ് കണക്ടിവിറ്റി, പിന്നെ പവർ സിസ്റ്റം, അതുപോലെ തന്നെ അഡ്വാൻസ് സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് റിന്യൂവബിൾ ഇനീഷ്യേറ്റീവ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് സോളാർ, വിൻഡ്, ബാറ്ററി സ്റ്റോറേജ്, പിന്നെ ആൻഡ് ഗ്രീൻ ഹൈഡ്രോജൻ പ്രൊഡക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഗ്രീൻ ഹൈഡ്രോജൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഈ പോർട്ടിലാണ് ഫസ്റ്റ്, ലൈക്ക് ദ പോർട്ട് ബിക്കെയിം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു പ്രൊഡ്യൂസ് ആൻഡ് യൂട്ടിലൈസ് ഗ്രീൻ ഹൈഡ്രോജൻ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പോർട്ടാണ് ഗ്രീൻ ഹൈഡ്രോജൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഫസ്റ്റ് പോർട്ടാണ് കൂടെ മനസ്സിലാക്കുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സെഷൻ ആണ് കാർഗോ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചുള്ള. കാർഗോ ഹാൻഡ്ലിംഗ് പോർട്ടിൽ, കാർഗോ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പോർട്ടും അതിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതിനൊക്കെ റിലേറ്റഡ് ആണ് കാർഗോ ഹാൻഡ്ലിംഗ് വരുന്നത്. അപ്പൊ അത് 6% മുതൽ 35.97 മില്യൺ ടൺസ് വരെ, ലൈക്ക് ഏപ്രിൽ 2025 മുതൽ ജനുവരി 2026 വരെ ഇത്ര ഒരു ഇൻക്രിമെന്റ് ആണ് അതിൽ നടന്നിട്ടുള്ളതെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് നോക്കാം. വിച്ച് പോളിസി ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആസ് ഇന്ത്യസ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് കൗണ്ടർ ടെററിസം ഫ്രെയിംവർക്ക്? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രഹാർ ആണ് കേട്ടോ. അപ്പോൾ എന്താണിത്?
ഇത് പറയുന്നത് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് കൗണ്ടർ ടെററിസം പോളിസിയാണ്. ഇത് നടത്തിയത് ആരുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഇത് നടത്തുന്നത്. ഈ പോളിസി എന്തിനാണ് എയിം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയാണ്. നമുക്കറിയാം ഡിഫൻസ് റിലേറ്റഡ് അധികവും വരുന്നത് നമ്മളെ നാഷണൽ സെക്യൂരിറ്റി തന്നെയാണ്. അപ്പൊ എവിടെയൊക്കെയാണ് നാഷണൽ സെക്യൂരിറ്റി വേണ്ടത്? ലൈക്ക് നമുക്ക് അറിയുന്ന പോലെ തന്നെ ലാൻഡും എയറും മാരിടൈം ഡൊമൈൻസ് തന്നെയാണ് നാഷണൽ സെക്യൂരിറ്റി നമ്മൾ മെയിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത്. സോ ഇതന്നെയാണ് അതിന്റെ ഒരു എയിമും. പ്രഹാർ എന്ന് പറയുന്നതിന്റെ എയിമും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് ക്രോസ് ബോർഡർ ടെററിസം, പിന്നെ സൈബർ വാർഫെയർ, അതുപോലെ തന്നെ മിസ്യൂസ് ഓഫ് എമേർജിംഗ് ടെക്നോളജീസും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന ത്രെറ്റ്സ്, ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതെന്തൊക്കെയാണ്? ഡ്രോൺ ബേസ്ഡ് സ്മഗ്ലിംഗ്, സൈബർ അറ്റാക്ക് ഓൺ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും, അതുപോലെ തന്നെ ടെറർ ഓർഗനൈസ്ഡ് ക്രൈം നെക്സസും. ഇത് മൂന്നിലാണ് മെയിൻ ആയിട്ട് ഇത് ത്രെറ്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന ത്രെറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാല് ഈ പ്രഹാർ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്ട്രോങ്ങർ ഇന്റർ ഏജൻസി കോർഡിനേഷൻ നമുക്ക് ഇംപ്രൂവ് തരുന്നുണ്ട്. ലൈക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസും ഇന്റലിജന്റ് ബ്യൂറോസിന്റെയും ഇതെല്ലാം കൂടിയിട്ട് അതിന്റെ ഒരു കോർഡിനേഷനെ ഇത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇതിൽ അധികമൊന്നുമില്ല. പിന്നെ പറയുന്നത് ഇറ്റ് എംഫസൈസ് ഗ്ലോബൽ കോർപ്പറേഷൻ ആൻഡ് ഇന്റലിജൻസ് ഷെയറിംഗ് ടു കോമ്പാറ്റ് ട്രാൻസ്ലേഷൻ ടെററിസം നെറ്റ്വർക്ക് ആണ്. ഈ ഒരു പോയിന്റേ ഉള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചാൽ അല്ല. ബാക്കിയുള്ള മെയിൻ ആയിട്ട് ഇത് എന്താണ്? ഫസ്റ്റ് കോംപ്രിഹെൻസീവ് കൗണ്ടർ ടെററിസം ഫ്രെയിംവർക്ക് ആണെന്ന് മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ഏതിന്റെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് National Arogya Fair 2026 inaugurated by President Draupadi Murmu at Shegon is located in which state എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ മഹാരാഷ്ട്രയാണ്. സോ മഹാരാഷ്ട്രയിലാണ് നാഷണൽ ആരോഗ്യ മേള 2026 ഹെൽഡ് ചെയ്തത്. ഷേഗോണിൽ വെച്ചിട്ടാണ് നടന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 25th ഫെബ്രുവരി ആണ്. 28 ഫെബ്രുവരി വരെയാണ്. 28 ഫെബ്രുവരി ആണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ആരാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ആയുഷും ഇൻ കൊളാബറേഷൻ വിത്ത് ഓൾ ഇന്ത്യൻ ആയുർവേദിക് കോൺഗ്രസും ആണ് കേട്ടോ. അപ്പൊ ഇത് ബുൾദാന ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. ഈ ഇനാഗ്രേഷൻ നടന്ന പ്ലേസ് ആണ് വിസ്തബ മൈതാൻ ഓഫ് സന്ത് ഗജനാൻ മഹാരാജ് സംസ്ഥാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എയിം എന്ന് പറയുന്നത് ആയുഷ് മെഡിസിൻ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ അവയർനെസ് പബ്ലിക്കിലോട്ടേക്ക് എത്തിക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇത് ഒരു ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ഇവന്റ് ഫോക്കസ് ചെയ്യുന്നത് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷനെയും അഗ്രോ ഫോറസ്ട്രിയും ആണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് വിസിറ്റേഴ്സിന് ഫ്രീ ഹെൽത്ത് ചെക്കപ്സും അതുപോലെ തന്നെ കൺസൾട്ടേഷൻസും മെഡിസിൻസും ഒക്കെ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഈ സർവീസ് അവൈലബിൾ, ഈ ആയുഷിന്റെ കീഴിലുള്ള സർവീസ് എന്തൊക്കെയാണ് അവൈലബിൾ ചോദിച്ചാൽ ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, പിന്നെ യുനാനി, സിദ്ധ, അങ്ങനെ കുറച്ച് ഹോമിയോപ്പതി, ഇങ്ങനത്തെ കുറച്ച് സർവീസസ് ആണ് ഇതിന്റെ കീഴിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളതും കൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. ലൈക്ക് വിച്ച് ഗ്രാം സഭ ഇൻ മഹാരാഷ്ട്രാസ് അഹില്യനഗർ ഡിസ്ട്രിക്ട് ഹാസ് ഡിക്ലെയർഡ് ഇറ്റ് സെൽഫ് കാസ്റ്റ് ഫ്രീ. അപ്പൊ ഏതാണ് കാസ്റ്റ് ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തത് നമുക്ക് നോക്കാം. അതിന്റെ ഉത്തരം എന്താണ്? സൗണ്ടിലാണ്. എനിക്ക് ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. ഐ തിങ്ക് ഇതാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? മഹാരാഷ്ട്രയിലെ അഹില്യനഗർ ഡിസ്ട്രിക്റ്റിലാണ് ഡിക്ലെയർ ചെയ്തത് കാസ്റ്റ് ഫ്രീ ആയിട്ട്. സോ ഇത് കുറച്ചും കൂടെ റിലവന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നമ്മളിത് ബിക്കോസ് ഇപ്പോൾ കുറെ കാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്താണ് ഈ ഒരു പ്രദേശം കാസ്റ്റ് ഫ്രീ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസിഷൻ എടുത്തത് സ്പെഷ്യൽ ഗ്രാമസഭാ മീറ്റിംഗിലൂടെ ഫെബ്രുവരി 5-നാണ്. വില്ലേജ് ഹെഡ് ശാരദ് ബാബുറാവോ അർഗേഡ് ആണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ villages unanimously resolved that caste will not be mentioned in government or non-government social programs. ഇപ്പൊ ഗവൺമെന്റും നോൺ ഗവൺമെന്റ് സോഷ്യൽ പ്രോഗ്രാംസിലൊന്നും കാസ്റ്റ് മെൻഷൻ ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചിൽഡ്രൻസിന്റെ സാധാരണ ഇവരുടെ പേരിന്റെ ലാസ്റ്റ് ചിലപ്പോൾ കാസ്റ്റ് കൂട്ടിയിട്ടാണ് പറയാം. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഫാദേഴ്സിന്റെ നെയിം വെക്കാന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു 3 ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് എ ഹൈ സെക്യൂർ സെക്കൻഡ് ഡാറ്റാ സെന്റർ ഇൻ ഭുവനേശ്വർ, ഒഡീഷ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദിസ് ഡാറ്റാ സെന്റർ ഇസ് ലൊക്കേറ്റഡ് ഇൻ 18.55 ഏക്കർ ക്യാമ്പസ് അറ്റ് ഇൻഫോ വാലി ടു കോർദ. ഇനി മൂന്നാമത്തത്, ദിസ് ഡാറ്റാ സെന്റർ ഇസ് ഡിസൈൻഡ് ഓൺലി ടു മാനേജ് ഡിജിറ്റൽ പേയ്മെന്റ്സ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഫസ്റ്റും സെക്കൻഡും ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ പോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്കൻഡ് ഡാറ്റാ സെന്റർ ഭുവനേശ്വർ, ഒഡീഷയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതെന്ത് വേണ്ടി? സെക്യൂരിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തതും 18.55 ഏക്കർ ക്യാമ്പസ് ആണ് ഉള്ളതും കൂടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ആണല്ലോ അവിടെ തുടങ്ങിയത്. അപ്പൊ ഫസ്റ്റ് തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ആണ് എന്ത്? പ്രൈമറി ഡാറ്റാ സെന്റർ കാർഗർ നേവി മുംബൈയിൽ വെച്ച് മഹാരാഷ്ട്രയിലാണ് തുടങ്ങിയിട്ടുള്ളതും കൂടെ മനസ്സിലാക്കാം. പിന്നെ RBIന്റെ മെയിൻ കമ്പ്യൂട്ടർ സിസ്റ്റം മാനേജിങ് ക്യാഷ് സപ്ലൈ, അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ് ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ മോണിറ്ററിംഗ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളതല്ല. പിന്നെ വേണമെങ്കിൽ ഈ ഒരു പൈലറ്റ് ക്ലൗഡ് ഫെസിലിറ്റി സെന്റേഴ്സ് മുംബൈയിലും ഹൈദരാബാദിലും തുടങ്ങിയ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണെങ്കിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ ഈസ് ലോഞ്ചിങ് എ നാഷണൽ വൈഡ് ഫ്രീ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ ടു കോമ്പാക്ട് സർവിക്കൽ ക്യാൻസർ. ഇതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രയോറിറ്റി ഈസ് ഗിവൺ ടു 14-year-old ഗേൾ ഇൻ ദിസ് ക്യാമ്പയിൻ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത്, വാക്സിൻ ടാർഗറ്റ്സ് ഓൺലി HPV ടൈപ്പ് 16 and 18. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഇതിലും 1 and 2 ആണ് ശരിയായിട്ട് വരുന്നത്. സോ നമുക്കറിയാം സെർവിക്കൽ ക്യാൻസർ ഇപ്പം അധികവും വുമണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഇന്ത്യ ലോഞ്ച്ഡ് എ നാഷണൽ വൈഡ് ഫ്രീ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ദാറ്റ് ഇസ് HPV വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ട്. സോ പിന്നെ പറയുന്നത് വാക്സിൻ യൂസ്ഡ് ഗർഡാസിൽ, ഇതൊരു ക്വാഡ്രി വാലന്റ് ആണ്. ഓക്കെ, ക്വാഡ്രി വാലന്റ് മീൻസ് 4 എണ്ണത്തിന് ഇമ്മ്യൂൺ ചെയ്യാനുള്ളത്. ഇതിൽ നേരത്തെ പറഞ്ഞ എന്താണ്? 16ഉം 18ഉം HPV ടൈപ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അതല്ല, 16ഉം 18ഉം 6ഉം 11ഉം ഉണ്ടെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈവ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് 14-year-old ഗേൾസിനെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വാക്സിൻ ഒരു സിംഗിൾ ഡോസ് റെജിമൻ ആയിട്ട് എടുക്കാനും ഇപ്പം ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ വാക്സിൻ പറയുന്നത് വിൽ ബി വോളണ്ടറി ആൻഡ് ഫ്രീ ആണ്. ഓക്കെ, ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാക്സിൻ ആണെന്നും കൂടെ പറയുന്നുണ്ട്. മാത്രമല്ല ഇത് ആക്ച്വലി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും കൂടിയായിട്ടാണ് ഇത് നടത്തുന്നത്. ഇത് സ്വസ്ഥ നാരീന്റെ അണ്ടറിലാണ് നടക്കുന്നത്. ബിക്കോസ് എന്താണ്, സെർവിക്കൽ ക്യാൻസർ അധികം കണ്ടുവരുന്നത് വുമണിലാണ്. അതിൽ തന്നെ 20% ഓഫ് ഗ്ലോബൽ കേസസും 23% ഓഫ് ഗ്ലോബൽ ഡെത്തും ആണ് നോട്ടീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ആ ഒരു പെർസെന്റേജിന്റെ കണക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ സെർവിക്കൽ ക്യാൻസർ അധികവും വുമണിലാണ് ഉണ്ടാകുന്നതെന്ന് കൂടെ മനസ്സിലാക്കാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഇതിലെന്താ പറയുന്നത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് പ്രൊപ്പോസൽ ടു ചേഞ്ച് ദ ഒഫീഷ്യൽ നെയിം ഓഫ് കേരള ടു കേരള. ഇനി രണ്ടാമത്തെ നോക്കാം, ദ അപ്രൂവൽ ഇനീഷ്യേറ്റീവ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോസസ് അണ്ടർ ആർട്ടിക്കിൾ 3 ആണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്ഡ് എ യുനാനിമസ് റെസൊല്യൂഷൻ ഓൺ 24 June 2024 ഫോർ ദ നെയിം ചേഞ്ച്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ശരി നമുക്ക് നോക്കാം. ഇത് മൂന്നും ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ കേരള ടു കേരളം ആക്കിയിട്ടുണ്ട് എന്ന് ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 3ന്റെ അണ്ടറിലാണ്. ആർട്ടിക്കിൾ 3ലാണല്ലോ നമുക്ക് നമ്മളെ സ്റ്റേറ്റ് വൈസുള്ള ബൗണ്ടറീസ് ചേഞ്ച് അൾട്ടറേഷൻ ഒക്കെ നമുക്ക് വരുത്താനൊക്കെ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ 3ന്റെ അണ്ടറിലാണ് കേരള ടു കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഈ കേരള ടു കേരളം ആക്കണം എന്നുള്ള രീതിയിൽ 24 June 2024 നമ്മൾ ഇത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇങ്ങനെ അൾട്ടർനേഷൻ ഒക്കെ വരുത്തണമെങ്കിൽ പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ അപ്രൂവൽ നമുക്ക് വേണം. ഓക്കെ, പ്രസിഡന്റ് അത് അപ്രൂവ് ചെയ്ത് പ്രസിഡന്റ് ഇത് എന്ത് ചെയ്യും, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സിന് കൊടുക്കും. അപ്പൊ അവരുടെ ഒരു ഇത്ര ഒരു കാലയളവിന്റെ ഉള്ളിൽ അവരുടെ അഭിപ്രായം പറയണം. ആ ഒരു രീതിയിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. അതും കൂടെ ജസ്റ്റ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആണ്, ലൈക്ക് ദ പ്രസിഡന്റ് വിൽ നൗ റെഫർ ദ കേരള അൾട്ടർനേഷൻ ഓഫ് നെയിം ബിൽ 2026. അപ്പോൾ പ്രസിഡന്റ് ഇപ്പൊ റെഫർ ചെയ്യുന്നത് ഇപ്പൊ എന്താണ്, കേരള അൾട്ടർനേഷൻ ഓഫ് നെയിം ബിൽ. ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നുള്ളതും കൂടെ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് കേരള ടു കേരളം വരെ ആക്കിയ കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് 24 June 2024 ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് ഇത് വരുന്നതുമാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്.
അപ്പം ഇത്രയും ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഓക്കെ.